ഹലോ, വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ കട്ടിംഗ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ്. ആദ്യം ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഓപ്പൺ ഭാഗത്ത് വെക്കുന്ന ഒരു എക്സ്ട്രാ പീസ്, അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് വരിക. ഇവിടെ പ്രിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല വശവും അതേപോലെ ഓപ്പോസിറ്റും ശ്രദ്ധിച്ച് വേണം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതേപോലത്തെ 2 പീസ് ഉണ്ട്, അതും ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്ന് ഫ്രണ്ടിൻ്റെ ആ ഒരു ഓപ്പൺ ഭാഗത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ നല്ല വശത്ത് ചേർത്ത് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടി. ഇവിടെ നെക്കിൻ്റെ ഫുൾ ഭാഗവും സ്റ്റിച്ച് ചെയ്യേണ്ടതില്ല. ആ ഒരു മാർക്ക് ചെയ്ത 2 ഇഞ്ച് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇനി ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം എപ്പോഴും പറയുന്ന പോലെ തന്നെ തിരിച്ചിടുമ്പോൾ ജസ്റ്റ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ വി കട്ട് കൊടുക്കുക. അപ്പം തുണി വൃത്തിക്ക് പെർഫെക്റ്റായി നിൽക്കുന്നതായിരിക്കും. ഇതേപോലെ മറ്റൊരു വശവും ചെയ്തെടുക്കുക. ഇനി 2 ഫ്രണ്ട് ഭാഗത്തിൻ്റെയും ഓരോ വശവും ചേർത്ത് വെച്ചതിന് ശേഷം ആ ഒരു സ്ലോപ്പിൻ്റെ എൻഡിൻ്റെ അവിടെ ഒരു മാർക്ക് കൊടുക്കുക. അതിനുശേഷം അവിടെ വരെ ഉള്ളിൽ കൂടെ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പുറമേ നോക്കുമ്പോൾ നല്ലൊരു വൃത്തിയിൽ നിൽക്കും. അപ്പോൾ ഇങ്ങനൊരു ക്രോപ്പ് ടോപ്പാണ്. അപ്പോൾ ശ്രദ്ധിച്ച് എക്സ്ട്രാ തുണിയൊന്നും ഉള്ളിലേക്ക് കയറാതെ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടെ നിന്ന് താഴെ വരെ സ്റ്റിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ താഴത്തെ ഒരു 2 ഇഞ്ചിൽ ഞാനൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക. ഇനി ആ ഒരു താഴത്തെ ഭാഗത്ത് ഓപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ സാധാരണ ടോപ്പിനൊക്കെ സൈഡ് അടിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ 2 ഇഞ്ചിൽ കൊടുത്തേ ഉള്ളൂ. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അടുത്തത് സ്ലീവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു ജോബ് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പീസാണ്.
അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി വേറൊരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ വലത് വശത്താണ് വെക്കുന്നത്. ഇനി കോളർ വെക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗവും മടക്കി വെച്ച് ഒരു സൈഡാണ് എടുക്കുന്നത്. എനിക്കിവിടെ കിട്ടിയത് 8.5 ഇഞ്ചാണ്. അപ്പോൾ 8.5 എന്ന് പറയുമ്പോൾ റയോൺ പീസ് ആയതുകൊണ്ട് തന്നെ 8.25 വെക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ കൂട്ടുമ്പോൾ 17 കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഏകദേശം വെച്ച് അളന്നെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മാർക്ക് ചെയ്ത അത് തന്നെയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ആ ഒരു കോളറിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ ഒരു പീസ് വെക്കുന്നുണ്ട്. മേലെ ഒരു കവറും കൂടി ടോട്ടൽ 3 പീസ് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി 2 പീസ് എടുത്ത് അതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്യാൻവാസ് ഒക്കെ ഒട്ടിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ്. പക്ഷെ ഞാനിവിടെ ക്യാൻവാസ് ഉപയോഗിക്കുന്നില്ല, നോർമൽ പീസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി മേലെ കൂടെ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ 3 വശവും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇനി അതൊന്ന് തിരിച്ചിട്ട് കോളർ വെച്ച് കൊടുക്കാം. ഇവിടെ കോളറൊക്കെ വെക്കുമ്പോൾ സെൻറ്റർ ഭാഗത്ത് ഒരു വി കട്ടോ മാർക്കോ ചെയ്ത് വേണം ചെയ്യാൻ വേണ്ടി.
അങ്ങനെ ചെയ്യുമ്പോൾ സെൻറ്റർ ഭാഗത്തുനിന്ന് രണ്ട് വശവും ഒരേപോലെ കിട്ടുന്നതായിരിക്കും. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെർഫെക്റ്റായിട്ട് നെക്കിൻ്റെ അവിടെ കിട്ടണമെന്നില്ല. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി സെൻറ്റർ ഭാഗത്തുനിന്ന് മറ്റൊരു വശത്തും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇനി മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു ജോയിൻറ്റ് ഭാഗം കറക്റ്റായി നിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതേപോലെ അതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി സ്ലീവ്. അപ്പോൾ സ്ലീവിൻ്റെ സൈഡ് ഭാഗത്ത് കരയുള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു മടക്കിയാൽ മതി. രണ്ട് സ്ലീവിൻ്റെയും സൈഡ് ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇനി മടക്കി സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് മേലെയായിട്ട് ചെറിയ ഇലാസ്റ്റിക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ നല്ല വശത്ത് ഇങ്ങനെ ലഭിക്കും. ഇതേപോലെ മറ്റൊരു സ്ലീവും ഇലാസ്റ്റിക് വെച്ച് എടുക്കുക. ഇനി അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇവിടെയും കോളർ വെച്ച പോലെ തന്നെ സെൻറ്റർ ഭാഗത്തുനിന്ന് ഒരു സൈഡും മറ്റൊരു വശം സെൻറ്റർ ഭാഗത്തുനിന്ന് തന്നെ എടുത്ത് അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈക്വലായിട്ട് നമുക്ക് കിട്ടും.
രണ്ട് ഭാഗത്തിൻ്റെയും സ്ലീവ് ജോയിൻ ചെയ്തതിന് ശേഷം ഫുള്ളായി ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്രോപ്പ് ടോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഫൈനല് ഇതിൻ്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ ഭാഗം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. ഞാൻ ശ്രമിക്കുന്നതായിരിക്കും.